ഡോക്ടർ ജി.വി. ഹരി, ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ശബരിമല വിഷയത്തിൽ കൈനനയാതെ മീൻ പിടിക്കുന്നു എന്ന ഒരു വിമർശനം പല ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2018 കാലയളവിൽ കേരളത്തിലെ അയ്യപ്പ ഭക്തർ ഒറ്റക്കെട്ടായി തെരുവിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിനെതിരെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ ചാനൽ ചർച്ചകളിലേക്ക് മാത്രം ഒതുങ്ങി എന്ന വലിയ വിമർശനം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന സമീപനം കേരളത്തിലെ ഭരണകൂടം ഉയർത്തുമ്പോൾ കോൺഗ്രസ് പാർട്ടി വീണ്ടും ഒരു നനഞ്ഞ സമീപനമാണോ കൈക്കൊള്ളുന്നത്? ഞങ്ങളുടെ സമീപനത്തിൽ അന്നും ഇന്നും ഒരു മാറ്റവും. ഞങ്ങൾ എടുത്തിരിക്കുന്ന സമീപനം വിശ്വാസികളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള നയമാണ്. അത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രമല്ല, എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടുക എന്നുള്ള നിലപാട് തന്നെയാണ് അയ്യപ്പ 2018 വിവാദമുണ്ടായപ്പോഴും ഈ വിവാദമുണ്ടായപ്പോഴും നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമുക്ക് അറിയാം 2018 ഈ വിഷയം ഉണ്ടാകുന്നതിൻ്റെ കാരണം അന്ന് ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ഇതിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഞങ്ങൾ കൊടുത്തിരുന്നൊരു അഫിഡവിറ്റ് ഉണ്ട്. അവിടെ ആ അഫിഡവിറ്റിൽ കൊടുത്തിരിക്കുന്നത് വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിച്ച് തന്നെ ശബരിമലയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ രീതികൾ മുന്നോട്ട് പോകണം എന്താണോ നിലവിലത്തെ സാഹചര്യം, ആ സാഹചര്യത്തിനനുസരിച്ച് തന്നെ അത് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു അഫിഡവിറ്റാണ് അന്ന് കൊടുത്തിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഫിഡവിറ്റ് ദേവസ്വം ബോർഡ് കൊടുക്കാൻ തയ്യാറായപ്പോഴാണ് അതിനനുസൃതമായിട്ടുള്ളൊരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തുകൊണ്ട് സുപ്രീം കോടതി അത്തരത്തിലൊരു വിധിയിലേക്ക് വന്നു? അത് ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ്. ആ ഗവൺമെൻറ്റിൻ്റെ നിലപാട് അത്തരത്തിലായിരുന്നില്ല എങ്കിൽ അങ്ങനെ ഒരു വിധി ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം അതിനു മുമ്പ് ഇതുപോലെ തന്നെ ഒരുപാട് ചർച്ചകൾ വന്നപ്പോഴൊക്കെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ദേവസ്വം ബോർഡ് കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് എന്ന് പറയുന്നത് പ്രതികൂലമായിട്ടുള്ള ഒരു നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്തിരുന്ന സമയത്ത്, ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനമാണ് ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുത്തിട്ടുള്ള ദേവസ്വം ബോർഡിൻ്റെ അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ നിലപാട്. അതിനകത്ത് ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. അതിലെന്ത് മാറ്റമാണ് വരുത്താൻ സർക്കാർ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അത് തിരുത്തുമോ? ഇതാണ് ഞങ്ങൾ ഒന്നാമതായി ഈ സംഗമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞങ്ങളോടുള്ള ചോദ്യങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുള്ള, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് കൊടുത്തിട്ടുള്ള മറുപടി. രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കറിയാം, വിശ്വാസികൾക്കൊപ്പം അന്ന് കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഗൗതം പറഞ്ഞത് അത് ഗൗതത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഞങ്ങളന്നും ആ വിശ്വാസങ്ങൾ, ഞങ്ങളതിൻ്റെ പേരിൽ തെരുവിലിറങ്ങി രാഷ്ട്രീയ മുതലെടുപ്പിന് ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം സത്യമാണ്. അതിനകത്ത് ഇനിയും അത്തരത്തിൽ ഒരു മുതലെടുപ്പിന് ഞങ്ങൾ തയ്യാറല്ല. കാരണം അല്ലാതെ ഒരുപാട് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അയ്യപ്പ ഭക്ത സമൂഹം തെരുവിൽ ഇറങ്ങുന്ന ഘട്ടത്തിൽ ഞങ്ങൾ തെരുവിലേക്കില്ല എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? കോൺഗ്രസ് പാർട്ടി അങ്ങനെ തെരുവിൽ പ്രതിഷേധിക്കാത്തൊരു രാഷ്ട്രീയ പാർട്ടിയാണോ? ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നോക്കൂ, അപ്പോൾ അയ്യപ്പ ഭക്തന്മാർക്ക് എതിരെ ഒരുപാട് കേസുകൾ അന്നത്തെ പോലീസ് എടുത്തിട്ടുണ്ട്. ആ പോലീസ് ഇപ്പോൾ ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. എന്നെപ്പോലുള്ള ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാർ അത്തരത്തിലുള്ള സമര പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാവിന്റെ പേര് പറയാൻ പറ്റും. ഞാൻ തന്നെ എൻ്റെ പേര് തന്നെ പറയാം. തിരുവനന്തപുരത്ത് നടന്ന നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത അതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ ഞാൻ ഗൗതത്തിന് അയച്ചു തരാം. നാമജപ ഘോഷയാത്രയിൽ പറഞ്ഞോട്ടെ, നാമജപ ഘോഷയാത്ര അങ്ങനെയല്ല, അങ്ങനെ ഞാൻ പറഞ്ഞോട്ടെ. അതിനകത്ത് അവിടെ ഒരുപാട് സംഘടനകൾ നടത്തിയിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞു, രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് സംഘടനകൾ അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ചോദിക്കുന്നത്. കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാവ്, ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നത് രമേശ് ചെന്നിത്തലയാണ്, അന്ന് ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുന്ന സമയമാണ്. ഇപ്പൊ BJP നോക്കിക്കഴിഞ്ഞാൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന യുവരാജ് ഗോകുലിനെതിരെ തന്നെ കേസുകൾ ഉണ്ടായിരുന്നു. ആ ഒരു പ്രതിഷേധത്തിന്റെ മുന്നിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, അദ്ദേഹം ജയിലിൽ കടന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിലാണ് അന്നത്തെ യുവമോർച്ചയുടെ അധ്യക്ഷൻ, അദ്ദേഹം കോഴിക്കോട് മത്സരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരാണുള്ളത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ചില കാര്യങ്ങൾക്ക് നമുക്ക് തെരുവിലിറങ്ങി പ്രതിഷേധിക്കാം, ഒരു സംശയമില്ല. ഇപ്പോൾ ജനങ്ങൾക്ക് പട്ടിണി നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ഉണ്ട്. ഇന്ന് നടത്തുന്ന പരിപാടി നടക്കുക, ഇപ്പോൾ അറിയാം, ആശാ സമരവുമായി ബന്ധപ്പെട്ട് താങ്കൾ ഉച്ചയ്ക്ക് നടന്ന പരിപാടിക്ക് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് പാർട്ടിയാണ്. ഇതിനകത്ത് ഈ മതപരമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ തെരുവിലിറങ്ങി അടിയുണ്ടാക്കി അതിനകത്ത് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞതിൻ്റെ പ്രഖ്യാപിതമായി പറഞ്ഞതിന് അതിനോട് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം അത് മാത്രമാണ് ഇവിടെ BJPയുടെ നേതാക്കന്മാർ എടുത്ത് പരിശോധിച്ച്
നോക്കുക ഏതെല്ലാം കേസിൽ ശ്രീ ജി. ഇപ്പൊ നിങ്ങൾ വി. പറഞ്ഞ അന്ന് നേതാക്കന്മാരെ പലരെടുത്ത് അന്ന് തെരുവിൽ പ്രതിഷേധിച്ചത് താങ്കൾ ഇടപെടുന്നത് എനിക്ക് കുഴപ്പമില്ല. താങ്കൾ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല. ഭക്തസംഗമത്തിന്റെ പേരിൽ അക്രമം നടന്നു എന്ന് പറഞ്ഞു. അതൊരു അല്ല, വലിയ അത് ഞാൻ അനീതിയാണ്. പറയട്ടെ. കാരണം അപ്പോൾ അതാണ്. താങ്കളും CPM എന്തിനാണ് ഒരേ അവർക്കെതിരെ ഭാഷയിൽ കേസെടുത്തത്? സംസാരിക്കുക. അല്ല, ആ താങ്കളും കേസെടുത്തത് CPM ഒരേ ഭാഷയിൽ സംസാരിക്കുകയാണ്. കാരണം 2018 എന്ത് അതിക്രമമാണ് നടന്നത്? ഇപ്പൊ CAയുടെ പേരിൽ നടന്ന പ്രതിഷേധമാണെങ്കിൽ അത് വലിയ ഭീകര സ്വഭാവമുള്ള ആക്രമണമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നത്. അയ്യപ്പ ഭക്തർ സമാധാനത്തോടെ നാമം ജപിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രതിഷേധത്തെ അങ്ങ് CPM-കാരുടെ ഭാഷയിൽ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. അല്ലല്ല, ഞാൻ അതിന് അനുകൂലമായിട്ടല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താ, ഞാൻ അടക്കമുള്ള ആളുകൾ സമരഘോഷ അല്ലെങ്കിൽ നമുക്കറിയാം നാമജപ ഘോഷയാത്രകളിൽ പങ്കെടുത്ത ആളാണ്. അതിനകത്ത് കോൺഗ്രസ് പാർട്ടി ഒരു എതിർപ്പും പറഞ്ഞിട്ടില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ തലത്തിൽ കോൺഗ്രസ് പാർട്ടി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അത് വ്യക്തമാണ്, അതിനകത്ത് ഒരു അവ്യക്തതയുമില്ല. അത് വ്യക്തത എന്താണ് ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കി പറയാം. അതായത് മതപരമായ കാര്യങ്ങളിൽ രാഷ്ട്രീയ ലാഭം, മതത്തെയും രാഷ്ട്രീയത്തെയും കലർത്തി അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പോകുന്ന ചില ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല. കോൺഗ്രസ് പാർട്ടി രാജ്യത്തെ ജനകീയമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഇടപെട്ട് നിൽക്കുന്നുണ്ട്. ഏറ്റവും അവസാനം നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ വോട്ട് ചോരി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നോക്കൂ. അതൊക്കെ മറ്റൊരു വിഷയമാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാ ജനകീയ വിഷയങ്ങളിലും നമ്മുടെ സംസ്ഥാനത്ത് ഒരു പ്രശ്നമുണ്ടായാൽ, അതായത് ആളുകൾക്ക് ഒരു പ്രയാസമുണ്ടായാൽ, കുട്ടികൾക്ക് ഒരു പ്രയാസമുണ്ടായാൽ, ഇങ്ങനെ എല്ലാ മേഖല എടുത്തു നോക്കൂ, നമ്മൾ ഇടപെടുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു വിഷയത്തിൽ മാത്രം ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ രണ്ടാമത് പറഞ്ഞ കാര്യം എന്താ? രണ്ടാമത് പറഞ്ഞത് ഈ അഫിഡവിറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞു, വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കുമോ സർക്കാർ? അതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞങ്ങൾ അതിന് അനുകൂലമാണെന്നാണോ? അങ്ങനെയല്ലല്ലോ. ഞങ്ങൾ ചോദിച്ച ചോദ്യം വളരെ വ്യക്തമല്ലേ. നിങ്ങൾ ഈ കേരളത്തിൻ്റെ പോലീസ്, ഈ സർക്കാർ ഈ നാമജപ ഘോഷയാത്രയുമായി മുന്നോട്ട് വന്നിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. സാധാരണക്കാരായിട്ടുള്ള രാഷ്ട്രീയത്തിന് അതീതമായി വിശ്വാസികളായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുണ്ട്. അവർക്കെതിരായിട്ട് എടുത്തിരിക്കുന്ന കേസുകൾ നിങ്ങൾ പിൻവലിച്ചിട്ട് വേണം നിങ്ങൾ ഈ സംഘവുമായി മുന്നോട്ട് പോകാൻ. അപ്പം ക്ലിയർ അല്ലേ? കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് വളരെ വ്യക്തമാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, ഇവിടെ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടണം എന്നത് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഞങ്ങളുടെ നിലപാട്. ആ നിലപാടിൽ ഒരു വെള്ളം ചേർക്കലുകളും ഇനി ഉണ്ടാവുകയുമില്ല, നാളെ ഉണ്ടാകാൻ പോകുന്നു. ഞാൻ മടങ്ങിയെത്താം.